ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡിറ്റർമൈൻ ദ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് ഫോർ എ കോളം വിച്ച് ഈസ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് വേ വിത്ത് ദ ഫോളോയിങ് ഡാറ്റ. Size of column is equal to 40 by 30 centimeter. Concrete grade M30. Characteristic strength of reinforcement 415 Newton per millimeter square. Effective length for bending parallel to larger dimension LEX 6 meter. Effective length for bending parallel to shorter dimension LEY 5 meter. Unsupported length 7 meter. Factored load 1500 kilonewton. Factored moment in the direction of larger dimension 40 kilonewton meter at top and 22.5 kilonewton meter at bottom. Factored moment in direction of shorter dimension 30 kilonewton meter at top and 20 kilonewton meter at bottom. The column is bent in double curvature and reinforcement is to be distributed equally on four sides. Okay, ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫോർ സൈഡ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോളം ഈസ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് വേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ബ്രേസ്ഡ് ആയിട്ടുള്ള കോളം ആണ്. കോളത്തിന്റെ സൈസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. കോൺക്രീറ്റിന്റെ ഗ്രേഡ്, അതുപോലെ സ്റ്റീലിന്റെ ഗ്രേഡ്, എഫക്റ്റീവ് ലെങ്ത്, രണ്ട് ഡയറക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ലെങ്ത്തും അൺസപ്പോർട്ട് ലെങ്ത് തന്നിട്ടുണ്ട്. ഫാക്ടേർഡ് ലോഡ് PU വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ രണ്ട് എൻഡ്സിലുള്ള മൊമെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് MU2X ഉം MU1X ഉം അതുപോലെ MU2Y ഉം MU1Y ഉം തന്നിട്ടുണ്ട്. ഓക്കെ, കോളം ഈസ് ബെൻഡ് ഇൻ ഡബിൾ കർവേച്ചർ. ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇനീഷ്യൽ മൊമെന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ വ്യത്യാസം വരും. അതായത് MU1X ആൻഡ് MU1Y എന്നുള്ളത് മൈനസിൽ വേണം കൊടുക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലേക്ക് വരേണ്ടത്. അപ്പം ഗിവൺ ഡാറ്റ അതുപോലെ തന്നെ എഴുതി. V300, T400, FCK 30, FY 415, LEX 6 meter, LEY 5 meter, L7 PU 1500 kilonewton, MU2X 40 kilonewton meter, MU1X 22.5 kilonewton meter, MU2Y 30 kilonewton meter, MU1Y 20 kilonewton meter. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ എടുക്കുന്നത് എൻഡിൽ, അതായത് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻഡ്സിലുള്ള മാക്സിമം ആണ് നമ്മൾ MU2 എന്ന് പറഞ്ഞെടുക്കുക. അതായത് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം രണ്ട് എൻഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ MU2X എന്നും Y ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് എൻഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മാക്സിമം മൊമെന്റ് MU2Y എന്ന് പറഞ്ഞു പറയും. ആ കൂട്ടത്തിൽ ചെറിയ രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെറിയ മൊമെന്റ്സിന് MU1X ആൻഡ് MU1Y എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യും. സ്റ്റെപ്പ് 1 സ്ലെൻഡർനെസ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 വന്നാൽ ആ പർട്ടിക്കുലർ കോളം സ്ലെൻഡർ കോളം ആണ് അല്ലെങ്കിൽ ലോങ് കോളം ആണ്. അപ്പൊ ഇവിടെ LEX/D യും LEY/B യും ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ LEX/D ചെക്ക് ചെയ്തപ്പോൾ 15ഉം LEY/B ചെക്ക് ചെയ്തപ്പോൾ 16.67 ആണ് കിട്ടിയത്. രണ്ടും 12നേക്കാളും ഗ്രേറ്റർ ആണ്. സിൻസ് ദ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ 12 ഇൻ ബോത്ത് ദ ആക്സിസ്, ദ കോളം ഈസ് ലോങ് കോളം. ലോങ് കോളം എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തു. സ്റ്റെപ്പ് 2 മിനിമം എക്സെൻട്രിസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ EX മിനിമം EY മിനിമം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ബോർഡിലുള്ള ഇക്വേഷൻ L/500, അതായത് അൺസപ്പോർട്ടഡ് ലെങ്ത് ബൈ 500 പ്ലസ് ലാറ്റർ ഡയമെൻഷൻ ബൈ 30 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ EX മിനിമം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാറ്റർ ഡയമെൻഷന്റെ സ്ഥാനത്ത് D എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ EY മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി ലാറ്റർ ഡയമെൻഷൻ സ്ഥാനത്ത് B എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് EX മിനിമം കിട്ടുന്ന 7000/500 പ്ലസ് 400/30, ദാറ്റ് ഈസ് 27.33 ഗ്രേറ്റർ ദാൻ 20 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ EX മിനിമം 27.33 ആണ്. അതുപോലെ EY മിനിമം എന്ന് പറയുന്നത് 7000/500 പ്ലസ് 300/30, 24 കിട്ടും. ദാറ്റ് ഈസ് 20നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ EY മിനിമം എന്നുള്ളത് 24 തന്നെയാണ്. ഇനി ഈ മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റും കൂടി നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. സ്റ്റെപ്പ് 3 അതാണ്. മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി MU(EX) എന്ന് പറയുമ്പോൾ PU into EX മിനിമം, അതേപോലെ MU(EY) എന്ന് പറയുമ്പോൾ PU into EY മിനിമം. PU വാല്യൂ എന്ന് പറയുന്നത് 1500 ആണ്. 1500 കിലോന്യൂട്ടൺ ആണ്. ഞാൻ ജസ്റ്റ് അതിനെ ന്യൂട്രൽ ആക്കി കൊടുത്തു, ഇല്ലെങ്കിലും കുഴപ്പമില്ല, കിലോ ന്യൂട്രൽ ആക്കിയാലും കുഴപ്പമില്ല. കിട്ടുന്ന ആൻസർ അതിനനുസരിച്ചായിരിക്കും. അപ്പൊ ഞാനിവിടെ ചെയ്തപ്പോൾ ന്യൂട്രൽ ആക്കിയതുകൊണ്ട് എനിക്ക് കിട്ടുന്ന 40.995 into 10⁶ ന്യൂട്ടൺ mm എന്നാണ്. അപ്പോൾ അത് 40.995 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. അതേപോലെ MU(EY) എനിക്ക് കിട്ടുന്നത് 36 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പം മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റിയും കണ്ടുപിടിച്ചു. ഇനി ഇനീഷ്യൽ മൊമെന്റ് കണ്ടുപിടിക്കാം. കാരണം ഇനീഷ്യൽ മൊമെന്റും മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റിയും കമ്പയർ ചെയ്തിട്ട് ഏതാണോ വലുത് അതാണ് നമ്മൾ ഇനീഷ്യൽ മൊമെന്റ് ആയിട്ട് എടുത്തിട്ട് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഡിസൈൻ മൊമെന്റ് ആക്കുന്നത്.
ഓക്കെ, അപ്പൊ ഈ രണ്ട് വാല്യൂസ് മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി ഇനീഷ്യൽ മൊമെന്റും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം ബോർഡിൽ പറയുന്ന ഇക്വേഷൻ പ്രകാരം. അപ്പം സ്റ്റെപ്പ് 4 ഇനീഷ്യൽ മൊമെന്റ് സിൻസ് ദ കോളം ഈസ് ബെൻഡ് ഇൻ ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്തത് കൊണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് MUIX എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.6 MU2X മൈനസ് 0.4 MU1X എന്നുള്ളതാണ്. അപ്പൊ MU2X 40 ആണ്. അപ്പം 0.6 ഇൻറ്റു 40 മൈനസ് 0.4 ഇൻറ്റു MUIX 22.5 ആണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 15 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇനി നമുക്കത് ആയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? 0.4 MU2X ആയിട്ട് കമ്പയർ ചെയ്യണം ഈ കിട്ടിയിട്ടുള്ള വാല്യൂ. 0.4 MU2X ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇല്ലെങ്കിൽ MUIX എന്നുള്ളത് 0.4 MU2X നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ 0.4 MU2X എടുത്തു കഴിഞ്ഞാൽ MU2X 40 ആണ്. അപ്പൊ 0.4 ഇൻറ്റു 40 16 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതുപോലെ MUIX നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 0.4 MU2X ചെറുതാണ്. ഓക്കെ, MUIX എന്ന് പറയുന്നത് 0.4 MU2X ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 15 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? 0.4 MU2X എന്നുള്ളത് ഇനീഷ്യൽ മൊമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ സിൻസ് MUIX ഈസ് ലെസ് ദാൻ 0.4 MU2X ടേക്ക് MUIX ഈസ് ഈക്വൽ ടു 16 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പം MUIX എന്നുള്ളത് 0.4 MU2X ആക്കിയിട്ട് ഇവിടെ ഇടും. കാരണം MUIX ഈസ് ലെസ് ദാൻ 0.4 MU2X ആയതുകൊണ്ട്. അടുത്ത MUIY നമ്മൾ കണ്ടുപിടിക്കണം. MUIY കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.6 MU2Y മൈനസ് 0.4 MU1Y. അപ്പൊ 0.6 ഇൻറ്റു MU2Y 30 MU1Y 20 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. അപ്പൊ അത് 0.4 MU2Y ഗ്രേറ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 0.4 MU2Y എന്ന് പറയുമ്പോൾ 0.4 ഇൻറ്റു 30 ദാറ്റ് ഈസ് 12. അപ്പൊ MUIY എന്ന് പറയുന്നത് 0.4 MU2Y ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിട്ടുള്ള MUIY എടുക്കാനായിട്ട് പറ്റില്ല. MUIY എന്നുള്ളത് ഈക്വൽ ടു 0.4 MU2Y എടുക്കണം. ഓക്കെ, ഹിയർ MUIY ഈസ് ലെസ് ദാൻ 0.4 MU2Y. Since MUIY is less than 0.4 MU2Y, take MUIY is equal to 12 കിലോ ന്യൂട്ടൺ മീറ്റർ. അതായത് MUIY എന്നുള്ളത് 0.4 MU2Y ആയിട്ടുള്ള 12 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത്. ഇനീഷ്യൽ മൊമെന്റ് നമുക്ക് കിട്ടി. MUIX എന്നുള്ളത് 16 കിലോ ന്യൂട്ടൺ മീറ്ററും MUIY എന്നുള്ളത് 12 കിലോ ന്യൂട്ടൺ മീറ്ററുമാണ് കിട്ടിയത്. നെക്സ്റ്റ് അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതിനുള്ള ഇക്വേഷൻസ് ബോർഡിലുണ്ട്. അപ്പൊ MAX is equal to PUD divided by 2000 into LEX by D whole square. അതേപോലെ MAY is equal to PUB by 2000 into LEY by B whole square എന്നുള്ളതാണ് ഇക്വേഷൻ. ഇപ്പൊ MAX നമുക്ക് 67.5 കിലോ ന്യൂട്ടൺ മീറ്ററും MAY 62.5 കിലോ ന്യൂട്ടൺ മീറ്ററും കിട്ടും. ഇനി ഈ അഡീഷണൽ മൊമെന്റിനെ മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിഡക്ഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ റിഡക്ഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി റിഡക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ റിഡക്ഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to PUZ minus PU by PUZ minus PB എന്നുള്ളതാണ്. അപ്പൊ രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ മൊമെന്റിന്റെ കൂടെയും റിഡക്ഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ KX KY വാല്യൂ ഉണ്ടാവും. അപ്പൊ KX എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ PBന്റെ സ്ഥാനത്ത് PBX കൊടുക്കാം. KY എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ PBന്റെ സ്ഥാനത്ത് PBY കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് PU വാല്യൂ അറിയാം. ക്വസ്റ്റനിലുള്ള ഡിസൈൻ മൊമെന്റ് ആണ്, ഡിസൈൻ ലോഡ് ആണ്. അതുപോലെ PUZ കണ്ടുപിടിക്കാൻ വേണ്ടി ക്ലോസ് 39.6 ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷനിൽ നമുക്ക് PUZ കണ്ടുപിടിക്കാം. PBX കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് SP16 പേജ് നമ്പർ 171 യൂസ് ചെയ്യണം. ഓക്കെ, പേജ് നമ്പർ 171 യൂസ് ചെയ്തിട്ട് വേണം PBX കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ PUZ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. PUZ കണ്ടുപിടിക്കാൻ കോഡിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ 0.45 FCK AC പ്ലസ് 0.75 FY AC എന്നുള്ളതാണ്. അപ്പൊ അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AC വാല്യൂ ഗ്രോസ് ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യണം. അപ്പം ഞാനിവിടെ 3% എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഗ്രോസ് ഏരിയന്റെ 3% ആണ് AC വരിക എന്നുള്ളത് ഞാൻ എടുക്കുകയാണ്. അപ്പൊ അസ്യൂം 3% ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 4 സൈഡ്സ്. ഓക്കെ, 3% ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 4 സൈഡ്സ് എന്നുള്ള എടുക്കുകയാണ്. അപ്പൊ AC എന്ന് പറയുന്നത് AGന്റെ 3% എന്ന് പറയുമ്പോൾ 3600 mm² ആണ്. അപ്പൊ AC is equal to AG minus ASC, that is 1,20,000 minus 3,600. ഓക്കെ, AG 1,20,000 എങ്ങനെയാ കിട്ടിയേ? ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 300/400 അല്ലേ. അപ്പൊ 300/400 ചെയ്തപ്പോൾ 1,20,000 മൈനസ് ASC. ഇപ്പൊ നമ്മൾ 3% അതിന്റെ എടുത്തു.
ഓക്കെ, അപ്പം 1,16,400 mm² കിട്ടും. അപ്പൊ പി യു സെറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2691.9 kN എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പി ബി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 171 SP16 എടുക്കാം. അപ്പം പി ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ബി ബൈ എഫ് സി കെ ബി ഡി K1 + K2 P by FCK എന്നുള്ളതാണ്. അപ്പൊ മേജർ ആക്സിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ബി എക്സ് ആണ് കിട്ടുക. മേജർ ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് അതായത് D'/D കൊടുക്കണം മേജർ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ. അത് കൺസിഡർ ചെയ്തിട്ട് K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ടേബിൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പി ബി എക്സ് ആയിരിക്കും. അപ്പൊ കൺസിഡറിങ് മേജർ ആക്സിസ് പി ബി എക്സ് ബൈ എഫ് സി കെ ബി ഡി K1 + K2 × P by FCK. ഓക്കെ, അപ്പൊ D' എന്ന് പറയുന്നത് 60 mm ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ D'60, അതുപോലെ D'/D എന്ന് പറയുമ്പോൾ D വലിയ ഡയമെൻഷൻ 400 ആണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 0.15 കിട്ടും. അപ്പം പേജ് നമ്പർ 171 എടുത്തു കഴിഞ്ഞാൽ D'/D വാല്യൂ റെക്ടാങ്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് K1ന്റെ വാല്യൂ 0.196ഉം അതുപോലെ FI 415 കറസ്പോണ്ടിങ് ആയിട്ട് D'/D 0.15 റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 4 സൈഡ്സിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന ആ ഒരു കണ്ടീഷനിൽ വരുന്ന K2 വാല്യൂ എന്ന് പറയുന്ന 0.203 ആണ്. അപ്പൊ അതെങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പി ബി എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി ബി എക്സ് ഈസ് ഈക്വൽ ടു 30 × 300 × 400 × 0.196 + 0.203 × 3/30. ഓക്കെ, അതായത് ഈ ഡിനോമിനേറ്ററിൽ ഇക്വേഷനിൽ കാണുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ വരും. അപ്പൊ പി ബി എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. അപ്പൊ പി ബി എക്സ് ഈസ് ഈക്വൽ ടു 778.8 kN എന്ന് പറഞ്ഞു. ഇനി അതുപോലെ മൈനർ ആക്സിസ് കൺസിഡർ ചെയ്യാം. മൈനർ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പി ബി വൈ ആണ് കിട്ടുന്നത്. അപ്പം പി ബി വൈ ബൈ എഫ് സി കെ ബി ഡി K1 + K2 × P by FCK. അപ്പൊ ഇതില് D'/B കൊടുക്കണം. ഓക്കെ, D'/B ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 60/300 ആണ്. B 300 ആണ്. അപ്പം 0.2 എന്ന് പറഞ്ഞാൽ വെച്ചാൽ അപ്പം D'/B 0.2 കറസ്പോണ്ടിങ് ആയിട്ട് K1 K2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക ടേബിളിന്റെ അകത്തുനിന്ന്. അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ K1 വാല്യൂ 0.184ഉം K2 വാല്യൂ 0.028 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ബി വൈ വാല്യൂ കിട്ടും. പി ബി വൈ ബൈ എഫ് സി കെ ബി ഡി = 0.184 + 0.028 × 3/30. അപ്പൊ പി ബി വൈ = 30 × 300 × 400 × 0.184 + 0.028 × 3/30. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 672.48 kN എന്ന് പറയും. അപ്പൊ പി ബി എക്സും പി ബി വൈയും ആയി. ഇനി നമുക്ക് കെ എക്സ് കെ വൈ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. കെ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിരുന്നു. അപ്പൊ ആ ഇക്വേഷനിൽ പി ബിന്റെ സ്ഥാനത്ത് പി ബി എക്സ് കൊടുക്കുക. പി യു സെറ്റ് പി യു നമുക്ക് അറിയാവുന്നതാണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കെ എക്സ് വാല്യൂ = 0.623 എന്ന് പറഞ്ഞിട്ടും ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. കെ എക്സ് വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. കെ എക്സ് 0.623. അതുപോലെ കെ വൈ എന്ന് പറയുന്നത് പി യു സെറ്റ് മൈനസ് പി യു വൈ പി യു സെറ്റ് മൈനസ് പി ബി വൈ. ഓക്കെ, അതായത് പി ബിന്റെ സ്ഥാനത്ത് പി ബി വൈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ 0.590 ലെസ് ദാൻ 1. കെ വൈ 0.590. അപ്പോൾ കെ എക്സ് 0.623യും കെ വൈ 0.590. അപ്പോൾ റിഡക്ഷൻ ഫാക്ടർ നമുക്ക് കിട്ടി. അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ റിഡക്ഷൻ ഫാക്ടറിനെ അഡീഷണൽ മൊമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് അല്ലെങ്കിൽ കറക്റ്റഡ് അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ MAX = KX × നമുക്കിപ്പോ നിലവിലുള്ള MAX വാല്യൂ. ഇപ്പൊ നിലവിലുള്ള അഡീഷണൽ മൊമെന്റ് എന്ന് പറയുന്നത് 67.5 ആണ്. അപ്പൊ അതിന് റിഡക്ഷൻ ഫാക്ടർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. KX വാല്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ MAX = 42.05 kN കിട്ടി. അതായത് മോഡിഫൈ ചെയ്തിട്ടുള്ള അഡീഷണൽ മൊമെന്റ് ആണ് ഇപ്പം 42.05 kN എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ MAY എന്ന് പറയുന്നത് KY × നമ്മൾ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള MAY. ഓക്കെ, അപ്പൊ KY × 62.5 ആണ് അഡീഷണൽ മൊമെന്റ്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് നമുക്ക് 36.875 kN എന്ന് പറയും. ഓക്കെ, അപ്പം മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റിന്റെ കൂടെ നമ്മൾ ഇനീഷ്യൽ മൊമെന്റ് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇനീഷ്യൽ മൊമെന്റ് എടുക്കുമ്പോൾ നമ്മൾ 2 വാല്യൂസ് ചെക്ക് ചെയ്യണം. അതായത് ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ചിട്ടുള്ള ഇനീഷ്യൽ മൊമെന്റ്, അതായത് നമ്മൾ ആ സ്റ്റെപ്പ് 4ൽ കിട്ടിയിട്ടുള്ള ഇനീഷ്യൽ മൊമെന്റും അതുപോലെ തന്നെ സ്റ്റെപ്പ് 3ൽ കിട്ടിയിട്ടുള്ള മിനിമം എക്സെൻട്രിസിറ്റി കാരണമുള്ള മൊമെന്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ വലുത് അതാണ് നമ്മൾ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റെപ്പ് 8 ഡിസൈൻ മൊമെന്റ്സ് ആണ്. അപ്പൊ MUX ആൻഡ് MUY ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 മൊമെന്റ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. MUX ആണെങ്കിൽ ഗ്രേറ്റർ ഓഫ് MUIX ഓർ MUEX. ഇതിൽ ഏതാണോ വലുത്, MUIX ആണോ MUEX ആണോ വലുത്, അത് നമ്മൾ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് കൂടെ MAXന്റെ കൂടെ ആഡ് ചെയ്യാം.
അതുപോലെ MUYന്റെ ടേംസ് അതുപോലെ തന്നെ ഗ്രേറ്റർ ഓഫ് MUIY ഓർ MUEY ഏതാണോ ഈ രണ്ട് ടേംസിൽ വലുത് അത് MAY മോഡിഫൈഡ് ആയിട്ടുള്ള MAYന്റെ കൂടെ ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ MUEX വാല്യൂ ഗ്രേറ്റർ ദാൻ MUIX ആണ് അല്ലെ. കാരണം MUIX നമുക്ക് കിട്ടിയിരുന്നു 16 ആയിരുന്നു MUIX കിട്ടിയത്. 0.4 MU2X എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തില്ലായിരുന്നു സ്റ്റെപ്പ് 4 അപ്പം MUIX എന്ന് പറയുന്നത് 16 ആണ്. MUEX എന്ന് പറയുന്നത് നമുക്ക് 40.995 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ EX മിനിമം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ മൊമെന്റ് എന്ന് പറയുന്നത് 40.995 ആണ്. അപ്പം 16നേക്കാളും വലുതായതുകൊണ്ട് നമുക്ക് MUEX ആണ് ആഡ് ചെയ്യേണ്ടത്. അതേപോലെ MUIY എന്ന് പറയുന്നത് 12 ആണ്, അതിനേക്കാളും വലുതാണ് മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി അല്ലെ, അതായത് MUEY എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ MUEY എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ അത് 12നേക്കാളും വലുതായതുകൊണ്ട് നമ്മൾ മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റും കൂടെ ആഡ് ചെയ്യേണ്ടത് മൊമെന്റ് ഡ്യൂ ടു മിനിമം എക്സെൻട്രിസിറ്റി ആണ് എക്സ് ഡയറക്ഷനിലും Y ഡയറക്ഷനിലും. അപ്പൊ MUX എന്ന് പറയുന്നത് MUEX പ്ലസ് MAX ആണ്. അപ്പൊ 40.995 പ്ലസ് 42.05 മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് 42.05. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 83.045 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അതേപോലെ MUY ഈസ് ഈക്വൽ ടു 36 പ്ലസ് 36.875 72.875 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ MUX MUY വാല്യൂ ആയി. ഇനി അത് ചെക്ക് ചെയ്യണം. ഇത് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. ഈ കിട്ടിയിട്ടുള്ള വാല്യൂ ഡിസൈൻ മൊമെന്റ് MU2X ഗ്രേറ്റർ ആയിരിക്കണം. അതേപോലെ MUY വാല്യൂ MU2Y ഗ്രേറ്റർ ആയിരിക്കണം. ഓക്കെ, ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ MUX ലെസ് ദാൻ MU2X ആണ് കിട്ടിയെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഇവിടെ MUX എന്നുള്ളത് MU2X ഈക്വൽ ആയിട്ട് വേണം എടുക്കാൻ. മനസ്സിലായോ? അതായത് ഡിസൈൻ മൊമെന്റ് എന്നുള്ളത് MU2X എടുത്തിട്ട് വേണം ചെയ്യാൻ ഇൻ കേസ് MUX ലെസ് ദാൻ MU2X വന്നാൽ. അതേപോലെ MUY ലെസ് ദാൻ MU2Y വന്നു കഴിഞ്ഞാൽ ഡിസൈൻ മൊമെന്റ് MU2Y എടുത്തിട്ട് വേണം നമ്മൾ പ്രൊസീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MU2X എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും വലുത് MUX തന്നെയാണ്. അതുപോലെ MU2Y വലുത് MUY തന്നെയാണ്. അതായത് MUX 83.045 ആണ്, MUY 72.875 ആണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. MU2X നമുക്ക് പോസ്റ്റിൽ തന്നിട്ടുള്ള എത്രയാ? MU2X എന്ന് പറയുന്ന 40 ആണ്, MU2Y 30 ആണ്. അപ്പൊ ആ രണ്ട് വാല്യൂസിനേക്കാളും വലുത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഡിസൈൻ മൊമെന്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് തന്നെയായിട്ട് MUX MUYയും ഈ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ആയിട്ട് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇൻ കേസ് MU2X MU2Yയും MUXനെ MUYനേക്കാളും നമ്മൾ ഈ രീതി കണ്ടുപിടിച്ചതിനേക്കാളും വലുതാണെങ്കിൽ നമ്മൾ MUX ആയിട്ട് എടുക്കേണ്ടത് MU2Xും MUY ആയിട്ട് എടുക്കേണ്ടത് MU2Yയും ആണ്. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ഇവിടെ ഓക്കെ ആണ്. നമുക്കിനി മാറ്റിയെടുക്കേണ്ട ഇത് തന്നെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാൻഡ്സ് ഓക്കെ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ രണ്ട് മൊമെന്റ്സ് ഉണ്ടല്ലോ, MUX MUYയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടത് ബൈ ആക്സിൽ ബെൻഡിങ്ങിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 9 എന്ന് പറയുന്നത് ചെക്ക് ഫോർ ബൈ ആക്സിൽ ബെൻഡിങ് ആണ്. അപ്പൊ ചെക്ക് ഫോർ ബൈ ആക്സിൽ ബെൻഡിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ MUX by MUX1 raised to alpha n plus MUY by MUY1 raised to alpha n shall be less than or equal to 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് MUX MUY അറിയാം, നമ്മളിപ്പം കണ്ടുപിടിച്ച് വെച്ച വാല്യൂ ഉണ്ട്. MUX1 MUY1 നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ MUX1 MUY1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർട്ട് റെഫർ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഏത് ചാർട്ടാണ് റെഫർ ചെയ്യേണ്ടത് നമുക്ക് നോക്കണം. അപ്പൊ D'/D വാല്യൂ എന്ന് പറയുന്ന 0.15 ആണ്. FY എന്ന് പറയുന്നത് 415 ആണ്. റീഇൻഫോഴ്സ്മെന്റ് 4 സൈഡിലും ഈക്വൽ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏത് ചാർട്ടാണ് റെഫർ ചെയ്യേണ്ടത്? ചാർട്ട് 45 ആണ് റെഫർ ചെയ്യേണ്ടത്. അപ്പൊ ചാർട്ട് 45 എടുത്തിട്ട് PU by FCK BD ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് P by FCK എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കുക. P by FCK വാല്യൂ എന്ന് പറയുന്നത് 3/30 അല്ലെ. P എന്ന് പറയുന്ന പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ആണ്, അത് 3% ആണ്. ഡിവൈഡ് ബൈ 30 ദാറ്റ് ഈസ് 0.1 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പൊ P by FCK 0.1ന് കറസ്പോണ്ടിങ് ആയിട്ട് PU by FCK BD പോയിന്റ്സ് ആഡ് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് അതിന്റെ താഴോട്ട് MU by FCK BD സ്ക്വയർ ഏത് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പോയിന്റ്സ് ആഡ് ചെയ്യുന്നത് അതായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് MUX കണ്ടുപിടിക്കുന്നതായിരിക്കും MUX1 വാല്യൂ അല്ലെ. കാരണം മേജർ ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് MUX1 ആണ്. ഓക്കെ, അതിനുശേഷം മൈനർ ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് D'/B എടുത്തിട്ട് നമ്മൾ MUY1ഉം കണ്ടുപിടിക്കേണ്ടതായിരിക്കും. അപ്പൊ ചാർട്ട് 45 ആണ് നോക്കേണ്ടത്. അപ്പൊ ചാർട്ട് 45ൽ PU by FCK BD എത്രയാന്ന് നോക്കാം. 1500 into 10⁻³ PU വാല്യൂ ഡിവൈഡ് ബൈ FCK 30 P 300 T 400. ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.4166 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 0.4166. അപ്പൊ ഇനി ചാർട്ടിൽ നിന്ന് നമ്മൾ
ആ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. mu(x1/fck(bd)² എത്രയാന്നുള്ളത്. അപ്പൊ നമ്മൾ ചാർട്ട് നമ്പർ 45 എടുത്തു കഴിഞ്ഞാൽ പെയിന്റിൽ ഓപ്പൺ ചെയ്യാം. ചാർട്ട് നമ്പർ 45 ഇതില് PU/FCK/BD എന്ന് പറയുന്നത് 0.4166 ആണ് അല്ലെ. P/FCK 0.1. അപ്പൊ നമുക്ക് ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പം 0.4166 ഇപ്പൊ 0.4166 എന്ന് പറയുന്നത് 0.42 ആണ്. ഓക്കെ, 41 എന്ന് പറയുന്ന എവിടെയായിരിക്കും? അപ്പൊ ഏകദേശം കുറച്ച് മേലോട്ടായിട്ട് എടുക്കാം. ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ലൈൻ ഇടാം. ലൈൻ ഇട്ടു. അതിനുശേഷം ഇതെവിടെയാണ് 0.1 എവിടെയാണ് മീറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. 0.1 മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് നേരെ താഴോട്ടേക്ക് ഞാൻ വരച്ചു. താഴോട്ടേക്ക് വരച്ച സമയത്ത് 0.1 കഴിഞ്ഞു അല്ലെ. 0.1 കഴിഞ്ഞു, എന്നാൽ 0.11 എത്തിയിട്ടില്ല. 0.1ന്റെയും 0.11ന്റെയും ഹാഫ് എത്തിയിട്ടില്ല. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, 0.105 എന്ന് എടുക്കാം. കാരണം 0.1ന്റെയും 0.11ന്റെയും ഹാഫ് 0.105 ആണല്ലോ. അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 0.103, 0.104 അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യണമെങ്കിൽ. ഓക്കെ, 0.105 എടുത്തിട്ട് പ്രൊസീഡ് ചെയ്യാം. ഞാനിവിടെ കറക്റ്റ് ഹാഫ് എത്താത്തത് കൊണ്ട് ജസ്റ്റ് അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വാല്യൂ അസ്യൂം ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ 0.105 ആണെങ്കിൽ അത് കറക്റ്റ് ആണ്, തിരുത്തണ്ട. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് ഇപ്പം 0.1 കഴിഞ്ഞു, 0.11 എത്തിയിട്ടില്ല. 0.1ന്റെയും 0.11ന്റെയും ഹാഫ് എത്തി. അപ്പൊ ഞാനിവിടെ 0.104 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് mu/FCK/BD². ഇതിപ്പോ മേജർ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് mu(x1/FCK/BD² ആയിരിക്കും. ഓക്കെ, അപ്പം mu(x1/FCK/BD² എന്ന് പറയുന്നത് 0.104 എന്നുള്ള ഞാൻ എടുക്കുകയാണ്. അപ്പൊ mu(x1) എനിക്ക് കിട്ടുന്നത് 0.104 × FCK30 V300 D400². സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 149.76 × 10⁶ Nm എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് mu(x1) = 149.76 kN എന്നുള്ളതാണ്. അതേപോലെ മൈനർ ആക്സിസ് കൺസിഡർ ചെയ്യുക mu(y1) കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ടു ഫൈൻഡ് mu(y1) കൺസിഡർ മൈനർ ആക്സിസ്. അപ്പൊ D'/B എന്ന് പറയുന്നത് 60/300 ആയിരിക്കും. അപ്പം 0.2 ആയിരിക്കും. അപ്പം D'/B അതായത് ചാർട്ടിൽ നോക്കേണ്ട 0.2 വരുന്നതും അതുപോലെ തന്നെ FY415 റീഇൻഫോഴ്സ്മെന്റ് 4 സൈഡിൽ ഒരുപോലെ വരുന്നതും നോക്കിക്കഴിഞ്ഞാൽ ചാർട്ട് നമ്പർ 46 ആയിരിക്കും വരിക. അപ്പം P/FCK വാല്യൂ സെയിം 0.1 ആണ്, 3/30. അതുപോലെ PU/FCK/BD സെയിം ആണ്, 0.416. അപ്പൊ ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് mu(y1/FCK/BB² ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർട്ട് നമ്പർ 46 നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചാർട്ട് നമ്പർ 46 നമുക്ക് ഓപ്പൺ ചെയ്യാം. ചാർട്ട് നമ്പർ 46 ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് PU/FCK/BD എന്ന് പറയുന്നത് 0.4166 ആണ്. അപ്പൊ 0.4, ഓക്കെ, 0.42, 0.44, 46, 48, 0.5. അപ്പൊ 42 ഇവിടെയാണ് വരുന്നത്. അപ്പൊ അത് എത്തിയിട്ടില്ല. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ചു. ഓക്കെ, ഇനി എവിടെയാണ് 0.1 കറസ്പോണ്ടിങ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് നോക്കാം. 0.1 ഇതാണ്, 0.08, 0.1 ഇതാണ്. ഏകദേശം ഇവിടെയാണ് അല്ലെ, ഇവിടെയാണ്. അപ്പൊ അവിടെ നിന്ന് നേരെ ഞാൻ താഴോട്ടേക്ക് വരയ്ക്കുകയാണ്. താഴോട്ടേക്ക് വരച്ചപ്പം വാല്യൂ വരുന്നത് 0.1 ഇവിടെയാണ് അല്ലെ, 0.1 ഇവിടെയാണ്. എന്നാൽ 0.1 എത്തിയിട്ടില്ല, 0.9 കഴിയുകയും ചെയ്തു. ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഹാഫിലാണ് വരുന്നത്. അപ്പൊ ഞാൻ 0.9 കഴിഞ്ഞു, അതായത് 0.09 കഴിഞ്ഞു, 0.1 എത്തിയിട്ടില്ല, അതിന്റെ ഹാഫിലാണ് ഏകദേശം ഇവിടെ. അപ്പോൾ 0.09ന്റെയും 0.1ന്റെയും ഹാഫ് എന്ന് പറയുമ്പോൾ
0.095 എന്നാണ് വരിക. അപ്പൊ ഞാൻ 0.095 എന്നുള്ള രീതിയിൽ എടുക്കാണ്. അപ്പം MUY1/FCK/dB² is equal to 0.095. ഓക്കെ, അപ്പൊ MUY1 എന്ന് പറയുന്നത് 0.095 into 30 into 400 into 300 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 102.6 into 10⁶ Newton mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ MUY1 is equal to 102.6 kilonewton meter. അപ്പോൾ PU/PUZ വാല്യൂ ചെക്ക് ചെയ്യണം, കാരണം ആൽഫ n കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷനിൽ. അപ്പൊ അത് 1500/2691.9 എന്നാണ്, 0.557 ആണ് കിട്ടുന്നത്. അപ്പൊ 0.557 കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ n വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. PU/PUZ വാല്യൂ 0.2 ആകുമ്പോൾ 1, 0.8 ആകുമ്പോൾ 2. ഓക്കെ, അപ്പൊ ഇന്റർപോലേഷൻ ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 1 + 2 - 1 / 0.8 - 0.2 into 0.557 ആണ് വേണ്ടത്. അപ്പൊ 0.557 - 0.2. അപ്പൊ ആ രീതിയിൽ ഇന്റർപോളേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഫിഗർ വരച്ചിട്ട് നിങ്ങൾ യൂഷ്വലി ചെയ്യുന്നത് പോലെയും ചെയ്യാം. ഏത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൽഫ n വാല്യൂ എന്ന് പറയുന്നത് 1.595 എന്നുള്ള വാല്യൂ ആണ്. ആൽഫ n is equal to 1.595. ഓക്കെ, അപ്പൊ എല്ലാ വാല്യൂസും അതിന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബൈആക്സിയൽ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ഇതാണ്. MUX/MUX1 raised to alpha n plus MUY/MUY1 raised to alpha n is equal to 83.045 MUX divided by MUX1 149.76 raised to 1.595 alpha n plus MUY 72.875 divided by MUY1 102.6 okay whole raised to 1.595. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.390 plus 0.579 that is 0.969 എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ 1-നേക്കാളും കുറവായതുകൊണ്ട് നമ്മൾ അസംഷൻ ശരിയാണ്, അതായത് അസ്യൂംഡ് പെർസെന്റേജ് ആയിട്ടുള്ള 3% ഓക്കെ ആണെന്നുള്ളത് നമുക്ക് കിട്ടും. ഹെൻസ് ദ അസ്യൂംഡ് പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് സാറ്റിസ്ഫൈഡ് ആൻഡ് സേഫ് അഗൈൻസ്റ്റ് ബൈആക്സിയൽ ബെൻഡിങ്. ഇൻ കേസ് ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ് വന്നെങ്കിൽ നമ്മൾ സെക്ഷൻ റീഡിസൈൻ ചെയ്യണം, ഹയർ പെർസെന്റേജ് അസ്യൂം ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഇനി ഇത് ഓക്കെ ആയതുകൊണ്ട് ഞാൻ 3% എന്നുള്ളതായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ സ്റ്റെപ്പ് 10 ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് AAC is equal to P/100 into P into D. അപ്പോൾ P 3 ആണ്. അപ്പോൾ 3/100 into 300 into 400 3600 mm² കിട്ടും. അപ്പോൾ ഞാൻ 25 mm ഡയാബാസ് അസ്യൂം ചെയ്യാണ്. നമ്പർ ഓഫ് ബാസ് is equal to 3600/5/4 into 25 ചെയ്ത് കഴിഞ്ഞാൽ 25 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 7.33 എന്ന് കിട്ടും. അത് ഞാൻ റൗണ്ട് ചെയ്ത് 8 നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ പ്രൊവൈഡ് 8 numbers of 25 mm diameter bars. AAC പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 5/4 into 25 square into 8. ഓക്കെ, ദാറ്റ് ഈസ് 3926.99 mm² കിട്ടും. ഇനി ലാറ്റർ ടൈസ്, ഡിസൈൻ ഓഫ് ലാറ്റർ ടൈസ്. ആദ്യം ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡയമീറ്റർ ഓഫ് ടൈസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ലാറ്റർ ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പം ഈ കൂട്ടത്തിൽ പറയുന്ന ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂവിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ മെയിൻ ബാസ് യൂസ് ചെയ്തത് 25 ആണ്. അപ്പോൾ 1/4 into 25 6.25 mm, രണ്ടാമത്തെ 6 mm. അപ്പൊ ഇതില് വലുത് 6.25 ആണ്. അപ്പൊ 6.25-നേക്കാളും കുറയാൻ പാടില്ല. അപ്പൊ 6.25ന്റെ തൊട്ടടുത്ത ഡയമീറ്റർ എന്ന് പറയുന്നത് 8 mm ആണ്. അപ്പോൾ therefore provide 8 mm dia lateral ties. Spacing of lateral ties, spacing should not be greater than least of the following. അല്ലെ, ഇതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ 60 into dia of smallest longitudinal bar. അപ്പൊ ഇവിടെ എല്ലാ ബാസും 25 ആയതുകൊണ്ട് 16 into 25 400 mm. least lateral dimension 300, മൂന്നാമത് 300. അപ്പൊ ഇതിൽ ചെറുത് 300 ആണ്. therefore provide 300 mm center to center space. provide 8 mm dia bars 300 mm center to center space. നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫിഗർ വരയ്ക്കാം. ക്രോസ് സെക്ഷൻ 400/300. ഇതില് 60 mm എഫക്റ്റീവ് കവർ കാണിച്ചു. മെയിൻ ബാസ് 8 numbers of 25 mm diameter bars. അതുപോലെ ലാറ്റർ ടൈസ് മിഡിലുള്ള ബാസിനെയും അതുപോലെ കോർണേഴ്സിലുള്ള ബാസിനെയും കണക്ട് ചെയ്തിട്ട് വരയ്ക്കണം. 8 mm ഡയ ലാറ്റർ ടൈസ് 300 mm 10%. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇതിന്റെ ഡയമെൻഷൻ 300-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരച്ചു. അതിന്റെ അകത്ത് നമുക്ക് ഈ ബാർ കാണാം, ഈ ബാർ കാണാം, ഈ ബാർ കാണാം. അപ്പൊ 3 ബാസ് കാണിച്ചു. ഇവിടെ ലാറ്റർ ടൈസും വരച്ചു ഹൊറിസോണ്ടലി. അപ്പോൾ 8 numbers of 25 mm diameter bars, 8 mm dia lateral ties at 300 mm center. ഇത്രയാണ് ഈ രണ്ടാമത്തെ ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്ന പ്രോബ്ലം ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ബ്രേസ്ഡ് കോളം സിംഗിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തു. ഡബിൾ കർവേച്ചറിൽ ബെൻഡ് ചെയ്യുന്ന പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ.